ഹലോ ഗായ്സ്, എന്തൊക്കെ വർത്താനം? അപ്പം ഇന്ന് പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാൻ പോകാനുണ്ട്. അപ്പോൾ കരുതി എന്നാൽ പിന്നെ അതങ്ങോട്ട് കണ്ടൻറ്റാക്കി കളയാം. ചെയ്യാൻ ടോപ്പിക്സ് ഒന്നും കിട്ടണില്ല എന്ന് കാരണം പറഞ്ഞ് വെറുതെ ഇരിക്കാതെ വീഡിയോസ് അങ്ങോട്ട് ചെയ്ത് തുടങ്ങുമെന്ന് എൻ്റെ പ്രിയതമൻ്റെ ശക്തമായ മോട്ടിവേഷൻ കാരണം ഞാൻ കരുതി എന്നാൽ പിന്നെ ഇങ്ങോട്ട് തുടങ്ങാം. ചെയ്യാൻ കണ്ടൻറ്റൊന്നും കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നത് വെച്ചിട്ട് അങ്ങോട്ട് കണ്ടൻറ്റ് ഉണ്ടാക്കാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പോക്ക്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ബാംഗ്ലൂർ ഏറ്റവും ചീപ്പ് ആൻഡ് അഫോർഡബിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ചിക്പേട്ട്, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഇതുപോലുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഈ ഷോർട്ട് കുർത്തീസിനൊക്കെ 250 റേഞ്ചിൽ നിന്ന് സ്റ്റാർട്ടിങ് തന്നെ. അതുപോലെ തന്നെ ഒരുപാട് ജ്വല്ലറി കളക്ഷൻസ് ഉണ്ട് അവിടെ. വെറൈറ്റി ആയിട്ടുള്ള ബാംഗിൾസ്, നെക്ക് പീസസ്, നെക്ലേസസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. സോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ട്രീറ്റ് ഷോപ്സ് ആയതുകൊണ്ട് തന്നെ ടോപ്പ് നോച്ച് ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്. ആ പൈസക്കുള്ള ക്വാളിറ്റി തന്നെ അത് ഉണ്ടാവുള്ളൂ. പക്ഷേ കുറേ വെറൈറ്റീസ് സാധനങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു വള കണ്ടത്. ഗേൾസിന് മനസ്സിലാവും, പണ്ടത്തെ ട്രെൻഡിങ്ങിൽ തരംഗം സൃഷ്ടിച്ചൊരു വളയാണിത്. അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ മാലകളും നെക്ക് പീസസും സിൽവർ ജ്വല്ലറീസൊക്കെ ഉണ്ട്. അപ്പം ബാംഗ്ലൂരിലുള്ള ഗേൾസ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അങ്ങനെ നമ്മൾ നടക്കുമ്പോൾ വിക്കിക്ക് വിശപ്പിൻ്റെ വിളി വന്നിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. എൻ്റെ കൂടെ കൂടിയിട്ടാണോ എന്നറിയില്ല, വിക്കി ഇപ്പോൾ ചാട്സൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. പണ്ട് വിക്കിക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ദഹിപൂരിയും പാവ്ഭാജിയാണ് വിക്കി വാങ്ങിയത്. ദഹിപൂരിയൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചു. ഞാൻ ഐസ്ക്രീം ആയിരുന്നു വാങ്ങിയത്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, ഇതുവരെ കഴിച്ചിട്ടുള്ള ഏറ്റവും വേസ്റ്റ് ഐസ്ക്രീം ആയിരുന്നു. ഭയങ്കര ഷുഗർ സിറപ്പ് അങ്ങോട്ട് കൂട്ടിയിട്ട് ഒട്ടുമേ കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല. മാത്രമല്ല ഭയങ്കര ടോണിക്കിഷ് ടേസ്റ്റ് ആയിരുന്നു. വിക്കിയുടെ പാവ്ഭാജി തീർക്കുമ്പോഴത്തേക്ക് ഞാൻ ശ്രമിച്ചു കഴിക്കാൻ, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഞാൻ അതുകൊണ്ട് എൻ്റെ ഐസ്ക്രീം അങ്ങനെ വിക്കിക്ക് കൊടുത്തു. അത് കഷ്ടപ്പെട്ട് കഴിക്കുന്ന ആ മുഖഭാവം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഐസ്ക്രീം എത്രമാത്രം അടിപൊളിയായിരുന്നു എന്നുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് നിങ്ങളുടെ ഫീഡ്സിൽ വരുന്നെങ്കിൽ ഇതെന്താ വരാതെന്ന് കരുതി തള്ളിക്കളയരുത്. വളർന്നു വരുന്നൊരു കലാകാരിയല്ലേ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങൾ തരുന്ന സപ്പോർട്ട് മാത്രമാണ് ഇനി എനിക്ക് അങ്ങോട്ടേക്ക് വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ. അതുകൊണ്ട് തന്നെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒപ്പീനിയൻസ് പറയുക, ഫീഡ്ബാക്ക്സ് പറയുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചേക്കിട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.